എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇനി ജൂൺ മാസത്തേതാണ് കാത്തിരിക്കുന്നത്. ജൂൺ മാസത്തെ പെൻഷൻ ലഭിക്കുന്നതിന് മുമ്പ് നമുക്ക് ബജറ്റ് വരാനുണ്ട്. ഈ ബജറ്റിൽ പെൻഷൻ വർധനവ് ഉണ്ടാകുമോ, എത്രയാണ് ഉണ്ടാകുക എന്നൊക്കെ നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പോൾ നമുക്ക് നിലവിലുള്ള പെൻഷനോ അല്ലെങ്കിൽ വർദ്ധിപ്പിച്ച പെൻഷനോ ലഭിക്കുന്നതിന് വേണ്ടി ചില ആളുകൾക്ക് ചില കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി അറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതായത് മുമ്പ് പറഞ്ഞിട്ടുള്ള അറിയിപ്പാണ് മാർച്ച് 31 അവസാനിക്കേണ്ടത് ജൂൺ 30 വരെ നീട്ടിയതായിരുന്നു. ഭൂരിഭാഗം ആളുകളും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും പാനിക്കാവേണ്ടതില്ല. നിങ്ങൾക്കിത് ചെയ്യണമോ വേണ്ടയോ എന്ന് സേവന വെബ്സൈറ്റിൽ പരിശോധിച്ചാൽ അറിയുന്നതാണ്. ഒന്നാമത്തേതായിട്ട് 2019 ഡിസംബർ 31 മുമ്പ് പെൻഷൻ അനുവദിച്ച്, അതായത് അതിനു മുമ്പെല്ലാം പെൻഷൻ ലഭിക്കുന്ന ആളുകൾ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ പറഞ്ഞിരുന്നു. ഒരു തവണയെങ്കിലും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തവരാണ് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടത്. അങ്ങനെയുള്ള ആളുകൾ ഈ മാസം 30 മുമ്പ് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതാണ്. 2020 ജനുവരി മുതൽ പെൻഷൻ ലഭിച്ചു തുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് വരുമാന സർട്ടിഫിക്കറ്റിന്റെ ആവശ്യവും ഇല്ല. മറ്റൊന്ന്, വിധവ അവിവാഹിത പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളുടെ വിവാഹിതയല്ല അല്ലെങ്കിൽ പുനർവാഹിതയല്ല എന്ന നോൺ മാരേജ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നതിനുള്ള സമയപരിധിയും ജൂൺ 30 അവസാനിക്കുന്നതാണ്. ഇനിയും നൽകാത്ത ആളുകൾ അതും നൽകാൻ വേണ്ടി ശ്രദ്ധിക്കുക. മാർച്ചിന് മുമ്പ് നൽകിയിട്ടുള്ളവർ വീണ്ടും നൽകേണ്ടതില്ല. ഇതാണ് 2 രേഖകൾ സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പ്. പഞ്ചായത്തിൽ വിളിച്ചാലോ മെമ്പറോട് ചോദിച്ചാലോ ഈ കാര്യം അറിയില്ല. കാരണം ഇത് മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇതിന്റെ അവസാന തീയതി ഈ ജൂൺ 30 അവസാനിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ നമ്മളത് എടുത്ത് പറയുന്നത്. അതായത് ജനുവരിയിലൊക്കെ പറഞ്ഞ കാര്യമാണ്. ഇതിന്റെ സമയപരിധി അവസാനിക്കുകയാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇതിപ്പോൾ പറയുന്നത്. ഇത് കഴിഞ്ഞാൽ ആ ഒരു പെൻഷൻ താൽക്കാലികമായി റദ്ദാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഈ മാസത്തെ പെൻഷൻ 23 കടമെടുപ്പുണ്ടാകും. 24 തീയതി 25 തീയതിയൊക്കെ ആയിട്ട് ആ ഒരു തുക എത്തിച്ചേരുന്നതാണ്. 26 തീയതി മുഹറം അവധിയാണ്. അതിനു മുമ്പ് ഒരു തുക ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക വിതരണം ആരംഭിക്കുന്നതാണ്. ജൂലൈ 5 എല്ലാവർക്കും ബാങ്ക് കയ്യിലും പെൻഷൻ വിതരണം പൂർത്തീകരിക്കുന്ന തരത്തിലാണ് ഉണ്ടാകുക. അപ്പോൾ വർദ്ധിപ്പിച്ച പെൻഷനാണോ ലഭിക്കുക അതോ നിലവിലുള്ള 2000 രൂപയാണോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഈ മാസം 1 ഗഡു ലഭിക്കും എന്നുള്ളതാണ് വിവരം. ബാക്കിയുള്ള പെൻഷന്റെ കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് അറിഞ്ഞിട്ടില്ല. എന്തെങ്കിലും സൂചനകൾ ലഭിച്ചാൽ നിങ്ങളെ അറിയിക്കുന്നതാണ്. മെയ് മാസത്തിലെ കേന്ദ്രവിഹിതം 300, 200, 500 കുറവുള്ള ആളുകൾക്ക് ഇപ്പോൾ അതിന്റെ വിതരണം കഴിഞ്ഞ ദിവസം മുതൽ അതിന്റെ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. ആ ഒരു തുക കിട്ടിയിട്ടുള്ള ആളുകൾ താഴെ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ദൂരേക്കും.